This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. Kingdom and Glory Ministries-ന്റെ 16ാമത്തെ മലയാളം സൂം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ ക്ലാസ്സിൻ്റെ ആദ്യം അവസാനം നിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സ്തോത്രം. നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചിന്തകൾ, ഞങ്ങൾ ഗ്രഹിക്കുന്ന കഴിവ്, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എല്ലാം തന്നെ നീ എടുത്ത് നിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ എല്ലാവിധമായിട്ടുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും മൂലകാരണങ്ങൾ എന്ന വിഷയമാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ അതിന് 3 കാരണങ്ങൾ കണ്ടു. ഒന്ന്, ക്രിസ്തുയേശു പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഈ തൃത്വത്തെ നമ്മൾ മനസ്സിലാക്കാതിരിക്കുക, അവരുടെ സ്നേഹത്തെയും അവരുടെ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാതിരിക്കുക, ആ വചനം എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതിരിക്കുക. അതായത് ദൈവത്തിൽ നിന്നും അവൻ്റെ സ്നേഹത്തിൽ നിന്നും അവൻ്റെ വചനത്തിൽ നിന്നുമുള്ള വേർപാട്. രണ്ടാമതായിട്ട്, നാം നമ്മെ തന്നെ ഒരു വിലയുമില്ലാത്തതായിട്ട്, നമ്മെ തന്നെ ഏറ്റവും ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നവരായിട്ട് കാണുക. തന്നെ കൊണ്ട് ഈ ഭൂമിക്ക് എന്ത് ലാഭം, ബാക്കിയുള്ളവർക്ക് എന്ത് ഗുണം, ഈ വിധത്തിൽ തന്നെ തിരസ്കരിക്കുക. മൂന്നാമതായിട്ട്, മറ്റുള്ളവരിൽ നിന്നുള്ള തിരസ്കരണം. ഇങ്ങനെ 3 വിഷയമാണ് നമ്മൾ. മറ്റുള്ളവരിൽ നിന്നുള്ള വേർപാട്, നമ്മളിൽ നിന്ന് തന്നെയുള്ള വേർപാട്, മറ്റുള്ളവരിൽ നിന്നുള്ള വേർപാട്. ഈ 3 വിഷയമാണ് എല്ലാ വിധത്തിലുള്ള ഒരു 80 to 90% രോഗങ്ങളുടെയും മൂലകാരണം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തകർച്ചകളാണെന്ന് ഇന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 വിധത്തിലും ദൈവത്തിൽ നിന്നുള്ള വേർപാട് കൊണ്ട്, അവൻ്റെ സ്നേഹത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട്, നാം നമ്മെ തന്നെ മോശമായിട്ട് കരുതുന്നത് കൊണ്ട്, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ബന്ധമില്ലാതെ മറ്റുള്ളവരുമായിട്ടുള്ള വേർപാട്, ഇതെല്ലാം തന്നെ നമ്മളിൽ തകർച്ചകൾ കൊണ്ടുവരും. നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തകർക്കും. അത് നമ്മൾക്ക് രോഗമായിട്ട് തീരുകയും ചെയ്യും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം. നമ്മൾ ആദ്യത്തെ പോയിന്റ് കണ്ടു, ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയെല്ലാം കണ്ടു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിൽ ആ തിരസ്കരണം, ആദ്യമേ ആ സെപ്പറേഷൻ ഫ്രം വൺ സെൽഫ്, നമ്മൾ തന്നെയുള്ള വേർപാട് എന്നുള്ള വിഷയത്തിൽ നമ്മൾ തിരസ്കരണം എന്ന വികാരത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം നമ്മെ തന്നെ തിരസ്കരിക്കുന്ന വിഷയം കണ്ടു. അതിൻ്റെ ഭീകരത നമ്മൾ കണ്ടു. നാം എന്തുകൊണ്ട് നമ്മെ തന്നെ സ്നേഹിക്കണം, നാം എങ്ങനെ നമ്മെ തന്നെ സ്നേഹിക്കണം എന്നുള്ള വിഷയവും നമ്മൾ കണ്ടു. ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന തിരസ്കരണം, അത് ഏതെല്ലാം പ്രായത്തിൽ, ഏതെല്ലാം സമയത്ത്, അതെങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ മുതൽ ഉണ്ടാകുന്ന തിരസ്കരണത്തെ പറ്റി കണ്ടു. അമ്മ അനുഭവിക്കുന്ന ഏതൊരു വികാരവും ആ ഗർഭസ്ഥ ശിശുവിനെ അത് അനുഭവിക്കും. അത് അതിൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കും. അത് തിരസ്കരണമായിട്ട് കിടക്കും. ഇനിയും അമ്മയുടെ പ്രസവം കഴിഞ്ഞു എങ്കിൽ പോലും അമ്മയും കുഞ്ഞുമായിട്ട്, പേരൻസ്, അപ്പനും അമ്മയും കുഞ്ഞുമായിട്ട്
ഒരു അദൃശ്യ ബന്ധമുണ്ട്. അത് ഞാൻ ഈയിടെ കേട്ട ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞിനെ ഒരു മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാഴ്ച പ്രായമായ കുഞ്ഞ്, നല്ല ഉറക്കമാണ്. അപ്പുറത്തുള്ള ഒരു മുറിയിലിരുന്ന് അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ കുഞ്ഞിൻ്റെ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു, അതൊന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷെ ആ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിനും പൾസിനും വ്യത്യാസം വരും, ഹാർട്ട് ബീറ്റിനും പ്രഷറിനും വ്യത്യാസം വരും. എന്തുകൊണ്ട്? എന്തോ ഒരു ബന്ധം നമ്മൾക്ക് മാനുഷികമായിട്ട് മനസ്സിലാക്കുന്നതിനപ്പുറത്തായിട്ടൊരു ബന്ധം അപ്പനും അമ്മയുമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലുള്ള ഓരോ സമയത്തും, ബാല്യത്തിൽ, ശൈശവത്തിൽ എല്ലാം ഒരു കുഞ്ഞിനെ പല വിധത്തിൽ തിരസ്കരണങ്ങൾ ഉണ്ടാകാം. സ്കൂളിൽ നിന്നുണ്ടാകാം, ടീച്ചേഴ്സിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, എല്ലാവരിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നെല്ലാം ഉണ്ടാകാവുന്ന തിരസ്കരണമുണ്ട്. ഇനി നമ്മൾ യൗവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ ആഗ്രഹിച്ച ശാഖ ലഭിച്ചില്ല. ഞാനിത് നേരത്തെ ഒരു അനുഭവം പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്ന ഒരു സ്ത്രീ, എത്ര പ്രായത്തിൽ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ശാഖയിലല്ല, പക്ഷെ അവർ ആഗ്രഹിച്ച പുരുഷനെ കല്യാണം കഴിക്കാൻ ഒത്തില്ല. അപ്പം നിങ്ങൾ ആ അനുഭവം, ആ ഒരു സംഭവം മാത്രം ഓർത്താൽ മതി. ആഗ്രഹിച്ചത് ലഭിച്ചില്ല, പക്ഷെ പ്രായമായപ്പോഴും വാർദ്ധക്യത്തിലും അതവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നെഗറ്റീവ് വശം ഇവർ മറന്നേ പോയി കാണുമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ ഹൃദയം അത് മറക്കുന്നില്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ മുറിവുകൾ കിടക്കുന്നു. ആ മുറിവിൻ്റേതായിട്ടുള്ള സ്വാധീനം അത് പല വിധത്തിലുണ്ടാകാം. നമ്മുടെ ശരീരത്തിൽ അത് രോഗമായിട്ട് വെളിപ്പെടും. അതുപോലെ മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്യുക. മാതാപിതാക്കളിൽ നിന്ന് ആഗ്രഹിച്ച അളവിലുള്ള ശ്രദ്ധ ലഭിച്ചില്ല. പക്ഷെ അത് പലപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ലവ് ലാംഗ്വേജിൻ്റെ കുഴപ്പമാകാം, കുറവല്ല, കുഴപ്പമാകാം. അപ്പനും അമ്മയെ എക്സ്പ്രസ് ചെയ്യുന്ന ലാംഗ്വേജ് ഈ കുഞ്ഞിൻ്റെ ലാംഗ്വേജ് അല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അതൊരു തിരസ്കരണമായിട്ട് തോന്നുവാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായിട്ട് പരീക്ഷയിലുള്ള തോൽവി. ആ സമയത്ത് തോറ്റു എന്നുള്ള വേദന മാത്രമല്ല, അനുഭവിക്കുന്ന ഒരു അപമാനമുണ്ട്. വീട്ടിൽ നിന്നാകാം, സ്കൂളിൽ നിന്നാകാം, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നാകാം, എല്ലാവരിൽ നിന്നും അനുഭവിക്കുന്ന ഒരു തിരസ്കരണം, ഒരു അപമാനമുണ്ട്. അവരുടെ വാക്കുകളുടെ ക്രൂരതയുണ്ട്. അത് റിജക്ഷനായിട്ട് ഉള്ളിൽ കിടക്കാം. എൻ്റെ അടുക്കൽ മധ്യവയസ്കയായിട്ടുള്ളൊരു സ്ത്രീ വന്നിട്ടുണ്ട്. അവർക്ക് ഇതുപോലെ ചില രോഗങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരെ ടീച്ചർ ചില വാക്കുകൾ ഉപയോഗിച്ച് കളിയാക്കി വിളിക്കുമായിരുന്നു. ടീച്ചറിൻ്റെ ആ വാക്കുകൾ അത് അവർക്കിന്നും വേദനയായിട്ട്. അത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പൊട്ടി കരയുക. പൊട്ടി കരയുക. വർഷം എത്ര എന്നുള്ളത് നോക്കിക്കാണേ. അവരുടെ മക്കള് കോളേജിൽ പഠിക്കാൻ പ്രായമായി. അപ്പോഴും 8ാം ക്ലാസ് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ടീച്ചർ പറഞ്ഞ വാക്കുകളുടെ അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രൂര അമ്പുകൾ പോലെ അവരുടെ ഹൃദയത്തിൽ തറച്ചു കിടക്കുക. പിന്നെ പ്രേമബന്ധത്തിലുള്ള തകർച്ച, അത് ഈ പ്രായം മുതൽ തുടങ്ങുന്നു. കൂട്ടുകാരാൽ തഴയപ്പെടുക, റാഗിങ്, മോശമായ ലൈംഗിക അനുഭവങ്ങളും ഗർഭഛിദ്രവും. ഇത് ഇന്നത്തെ കാലത്ത് അനേകം കുഞ്ഞുങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. മോശമായിട്ടുള്ള ലൈംഗിക അനുഭവങ്ങൾ. ഗർഭഛിദ്രം, അത് പലപ്പോഴും ഈ ലൈംഗിക അനുഭവങ്ങൾ ഗർഭഛിദ്രത്തിലോട്ടാണ് ചെന്നെത്തുന്നത്. ആ സമയത്തുള്ളൊരു കുറ്റബോധമുണ്ട്. അത് വർഷങ്ങൾ നിൽക്കും. എത്ര ആയാലും അത് പോകാൻ സാധ്യതയില്ല. മാത്രമല്ല, പലർക്കും ഞാനൊരു കൊലപാതകിയാണ്, ഒരു കുഞ്ഞിനെ കൊന്നു എന്ന വിധത്തിലുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ കുറ്റബോധം മനസ്സിൽ കിടക്കും.
എല്ലാം തന്നെ തിരസ്കരണമായിട്ട് കിടക്കും. ഇനി മധ്യവയസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുക, ആഗ്രഹിച്ച ജോലി കിട്ടാതിരിക്കുക, മേലധികാരികളിൽ നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവം, മോശമായിട്ടുള്ള ലൈംഗിക അനുഭവങ്ങൾ, അസന്തുഷ്ടമായ കുടുംബജീവിതം, അത് ഭയങ്കരമായിട്ടുള്ള വിധത്തിലുള്ള റിജക്ഷൻസ് ഉണ്ടാകും. അത് പല രോഗങ്ങൾ അത് പിന്നീടായിരിക്കണമെന്നില്ല, ആ സമയത്ത് തന്നെ വെളിപ്പെട്ടു വരും. വന്ധ്യത, കുട്ടികളില്ലാതിരിക്കുക, ശാരീരിക വൈകല്യം, വിവാഹമോചനം, ജീവിത പങ്കാളിയുടെ മരണം, ഇതെല്ലാം തന്നെ ഇതിനൊന്നും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഓടിച്ചു പോവുകയാണ്. ഇനി നമ്മൾ വാർദ്ധക്യത്തിലേക്ക് വരികയാണെങ്കിൽ വിവാഹമോചനം, ജീവിത പങ്കാളിയുടെ മരണം, മക്കളാൽ താഴെയപ്പെടുക, ഈ സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പനെയും അമ്മയും കൊണ്ടുവന്ന് അത് ചിലപ്പം നല്ല റീസൺ കാര്യമുണ്ടായിരിക്കാം. അവരൊരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന്, അവരെ ഏറ്റവും നല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് ആക്കിയെന്നിരിക്കട്ടെ, എങ്കിൽ പോലും പലപ്പോഴും അവരുടെ ഹൃദയത്തിൽ മക്കൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കുറവ് കിടക്കും. എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ടാകത്തുമില്ലായിരിക്കും. കാരണം മക്കളുടെ റീസൺസ് ശരിയായ വിധത്തിൽ മനസ്സിലായി ഇവർ സ്വമനസ്സാലെ ഇത് ഓൾഡ് ഏജ് ഹോമിലോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ പലപ്പോഴും അത് ഉണ്ടാകത്തില്ല. മക്കൾ അന്വേഷിക്കാൻ അവർ ദൂരത്ത്, അവർക്ക് അന്വേഷിക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് നമുക്കങ്ങ് മാറിയേക്കാം എന്ന് പറഞ്ഞ് ഓൾഡ് ഏജ് ഹോമിലോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതേ സമയത്ത് മക്കളുടെ കയ്യിൽ നിന്ന് അവഗണന ഉണ്ട് എന്നുള്ളൊരു വിചാരമുള്ളവരാണ്. അവർ സ്വമനസ്സാലെ പോയാൽ പോലും മക്കൾക്ക് ഭാരമായി തീരണ്ട, ആ വിധത്തിൽ ചിന്തിച്ചു പോകുന്ന വ്യക്തികളില്ല അതൊരു തിരസ്കരണമായിട്ട് കിടക്കാം. സാമ്പത്തിക പ്രശ്നങ്ങൾ കിടക്കാം, പിന്നെ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ തിരസ്കരണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ആത്മീകമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സഭയിലെ ഇടനിൽ നിന്നുണ്ടാകുന്ന മോശമായ അനുഭവങ്ങൾ, ഇത് അനേകം പേർക്ക് ഞാനിത് കണ്ടിട്ടുണ്ട്. ഇടയനെന്ന് പറയുമ്പോൾ പാസ്റ്ററാകാം, അല്ലെങ്കിൽ അച്ഛനാകാം. ഇങ്ങനെ അവരെ ആത്മീകമായിട്ട് മുമ്പോട്ട് വളർത്തേണ്ട വ്യക്തികൾ, അവർ ഇവരുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്ത് അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ പല വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അനേകം വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അനേകം കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് പാസ്റ്റർമാരുടെ കയ്യിൽ വന്ന്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ കീഴിലേക്ക് വന്ന് അവരെ മറ്റു മതത്തിൽ നിന്നും വന്നവരായിരിക്കാം, മാനസാന്തരപ്പെട്ട് വന്നു. പക്ഷെ തുടർന്ന് ഇവരുടെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. വീട്ടുകാർ ഇവരെ അംഗീകരിച്ചെന്നിരിക്കത്തില്ല. ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു ലജ്ജാകരമായ അനുഭവമുണ്ട്. പലപ്പോഴും അവർ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഈ വരുന്ന വ്യക്തികളുടെ നിസ്സഹായ അവസ്ഥ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ ഭയങ്കരമായിട്ട് തിരസ്കരണമായിട്ട് കിടക്കും. സഹവിശ്വാസികളിൽ നിന്നുമുള്ള, അതുപോലെ തന്നെ മറ്റു സഭാ ശുശ്രൂഷകരിൽ നിന്നും ഉണ്ടാകുന്ന മോശമായിട്ടുള്ള അനുഭവങ്ങൾ, ഞാനത് കുറച്ചേറെ നല്ലപോലെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കത് നല്ലപോലെ മനസ്സിലാക്കാം. സഹവിശ്വാസികളിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലൊരു തകർച്ച ഉണ്ടാകുമ്പോൾ അതിനെ പരിഹസിക്കുന്നൊരു കൂട്ടരുണ്ട്. നമ്മൾക്ക് അവരുടെ ഒരു ചെറിയ താങ്ങൽ, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രം നമുക്ക് ലഭിച്ചാൽ മതി. പല സാഹചര്യങ്ങളിൽ നമുക്ക് കടന്നു പോകാനായിട്ട് കുറെ കൂടെ എളുപ്പമാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ സാഹചര്യം, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അവർക്കൊരു കഥയായിട്ട്
ഒരു ന്യൂസാക്കി പറഞ്ഞ് ആഘോഷിക്കുന്ന ചില വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ, ഇത് അനുഭവിക്കുന്ന വ്യക്തികൾ, അത് ഭയങ്കരമായിട്ടുള്ള തിരസ്കരണം ഉണ്ടാകാം. അതുപോലെ ശുശ്രൂഷകയിൽ വളരാത്തതും അതിലുള്ള തകർച്ചയും, അതൊന്നും എനിക്ക് വിവരിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചുവെങ്കിൽ അതൊരു പർട്ടിക്കുലർ ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരിക്കും. ചിലപ്പം ടീച്ചറായിട്ടായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇടയനായിട്ടായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സുവിശേഷകനായിട്ടായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും വിധത്തിലായിരിക്കാം വിളിക്കുന്നത്. ആ വിളിക്കുന്ന ആ വേലയിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ അകത്ത് വളരേണ്ട ആവശ്യമുണ്ട്. നിങ്ങളിപ്പം കർത്താവ് നിങ്ങളെ ടീച്ചറായിട്ട് വിളിച്ചെന്നിരിക്കട്ടെ. ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒക്കും, ഏതൊരു വ്യക്തിക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാൻ ഒക്കും, അതിൻ്റെ പുറകിലൊരു ഭയങ്കര അധ്വാനമുണ്ട്. നല്ലപോലെ അധ്വാനിച്ചിട്ടല്ലാതെ ഒരു ടീച്ചറാകാനൊക്കത്തില്ല. പക്ഷെ ഒരു സുവിശേഷകനാകാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. 2-3 പ്രസംഗം നമ്മുടെ കയ്യിൽ മതി. ഞാനതിനെ കുറച്ച് കാണിക്കുകയല്ല, കുറച്ച് പറയുകയല്ല. സുവിശേഷകൻ്റെ വേല അതിമഹത്തായതാണ്. അതെനിക്ക് നല്ലതുപോലെ ആകാം. എനിക്കൊരു സുവിശേഷകയാകാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ സുവിശേഷം പറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്തെ പ്രയാസം എനിക്കറിയാം. പക്ഷേ അതിനെ ലൈറ്റായിട്ട് കണ്ട 2-3 പ്രസംഗവും കൈവച്ചുകൊണ്ട് ദൈവം ഒരു അധ്യാപകനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദേഷ്ടാവായി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിനു പകരം സുവിശേഷകനായിട്ട് പോയി കഴിഞ്ഞാൽ ആ പോയ പോക്കിന് ദൈവത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളിൽ വചനമില്ല, നിങ്ങൾക്ക് അനുസരണമില്ല. സോ ദൈവം നിങ്ങളെ അവിടെ ശുശ്രൂഷയിൽ വളർത്തുവാനായിട്ട് ദൈവത്തിന് താല്പര്യം, ഒരു ഒബ്ലിഗേഷനും ഇല്ല. ദൈവം വളർത്തത്തുമില്ല. പിന്നെ ഇടയനാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഇടയൻ്റെ ആടുകൾ തൊഴിക്കുന്നത് കാണും, പുറകെ കുത്തുന്നത് കാണും, അനുസരണം കെട്ടത് കാണും, ചാടിപ്പോകുന്നത് കാണും. ഇതിനെയെല്ലാം കാത്തു സൂക്ഷിച്ച് ആ ഒരു അപ്പൻ്റെ ഹൃദയം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇടയനാക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ ദൈവം നിങ്ങളെ അതിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രയാസമാണെന്ന് കണ്ട് പ്രയാസമില്ലാത്തൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല. അതുപോലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോകാൻ പറയും, അല്ലെങ്കിൽ ഒരു ആദിവാസി കോളനിയിലേക്ക് ദൈവം നിങ്ങളെ അയക്കുക. നിങ്ങളോട് പറഞ്ഞ ആദിവാസി അട്ടപ്പാടിയിൽ ഒരു ആദിവാസി കോളനിയിൽ പോയി ജോലി ചെയ്യും. പക്ഷേ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ എന്നാ ചെയ്യും? അവിടെ ചെന്ന് എൻ്റെ ഭാര്യയും മക്കളെയൊക്കെ ഞാൻ എന്നാ ചെയ്യും? അവരെ എന്നാ പഠിപ്പിക്കും? അവർക്ക് നല്ല ഭക്ഷണം പോലും കിട്ടത്തില്ല അട്ടപ്പാടിയിൽ എന്ന് പറഞ്ഞിട്ട് സുഖസൗകര്യങ്ങളുടെ മധ്യത്തിലേക്ക് നമ്മൾ പോയാൽ, നമ്മൾ പോകുന്നിടത്ത് നമുക്ക് ആ ഒരു വിധത്തിലും നന്മകൾ ലഭിക്കുവാനായിട്ട് തരുവാനായിട്ട് ദൈവത്തിന് ഓബ്ലിഗേഷൻ ഇല്ല. അവിടെ പണം കിട്ടിയെന്നിരിക്കത്തില്ല. അതുപോലെ തന്നെ ആളുകൾ, സുവിശേഷം കേട്ടിട്ട് മനസ്സേന്ദ്രപ്പെടാൻ ആൾക്കാർ വേണ്ടേ? അത് സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. അങ്ങയുടെ ശുശ്രൂഷ വട്ടപൂജ്യമായിട്ട് തീരും. അവിടെ ഒന്നാമതായിട്ട് ഓർക്കേണ്ടത്, നമ്മൾ ദൈവവേലയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരേ ഒരു സംഗതിയാണ് ഏറ്റവും പ്രധാനം. അവൻ്റെ സ്വരം കേട്ട് അവനോടുള്ള പൂർണ്ണമായിട്ടുള്ള അനുസരണത്തിൽ നമ്മൾ നിൽക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ മുമ്പോട്ട് ഒറ്റ വൺ ട്രാക്ക് മൈൻഡോടെ മുമ്പോട്ട് പോകുക. ഞാൻ അതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ദൃഷ്ടി അവനിലേക്ക് മാത്രമായിരിക്കണം. അതുപോലെ തന്നെ ഒരു വിഷയമാണ് ആത്മീകമായി വളരുന്നില്ല. പലരും വിളിച്ച് പറയും ആത്മീയമായിട്ട് വളരുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗുണമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുഭവം ഉണ്ടാവും, റിവാർഡ് ഉണ്ടാവും. നിങ്ങൾ ആത്മീയമായിട്ട് വളരും. നിങ്ങൾ വചനത്തിൽ ഇരിക്കുന്നില്ല, അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പ്രസംഗങ്ങൾ കേൾക്കുക, യൂട്യൂബിൽ കയറുക, കുറേ അതും കേൾക്കുക. അതല്ല, നിങ്ങൾ വചനം വായിക്കണം. യൂട്യൂബിനെ ഞാൻ മോശമായിട്ട് കാണുകയല്ല,
അവിടെ നല്ല പ്രസംഗങ്ങളുണ്ട്, അതിമനോഹരമായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്, ഞാനും കേൾക്കാറുണ്ട്. അതിൻ്റെ അകത്ത് കയറി എനിക്ക് അനേകം ആത്മീകമായിട്ട് നല്ലതുപോലെ ഞാൻ അതിൻ്റെ അകത്ത് വളർന്നിട്ടുണ്ട്. പക്ഷേ അതല്ല ബേസ്. എൻ്റെ അടിസ്ഥാനം വചനത്തിലാണ്. ഞാൻ വചനത്തിലിരിക്കണം, പ്രാർത്ഥിക്കണം. എൻ്റെ പാപങ്ങൾ എന്നിലുണ്ടോ എങ്കിൽ അത് ഏറ്റുപറയാത്ത പാപങ്ങൾ കിടക്കുമ്പോൾ അത് ആത്മീയമായിട്ട് വളരാനും വലിയ തടസ്സമാണ്. എന്നെ മുഴുവനായിട്ട് അറിയുന്ന പരിശുദ്ധാത്മാവായ ദൈവം, അവന് മാത്രമേ എൻ്റെ ആഴങ്ങളിൽ കിടക്കുന്നത് വെളിപ്പെടുത്തി തരാനൊക്കത്തുള്ളൂ, തടസ്സങ്ങൾ കാണിച്ചു തരാനൊക്കത്തുള്ളൂ. സോ ഞാൻ അവനോടുകൂടി ഇരുന്ന് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവനോടുകൂടി ചേർന്നിരുന്ന് വചനം വായിച്ച് ധ്യാനിച്ച് മെഡിറ്റേഷൻ. ഞാൻ പഠിപ്പിച്ചതാണ് മെഡിറ്റേഷൻ, എങ്ങനെ മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന്. ഏതൊരു വിഷയമാണ്, ഏത് വചനമാണ് മെഡിറ്റേഷനിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മളെ ആത്മീയമായിട്ട് വളർത്തുവാൻ ഉതകുന്ന വചനങ്ങൾ, ജീവൻ്റെ വചനങ്ങൾ തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് അതിൻ്റെ ആത്മാവ് പ്രാപിച്ച് നമ്മൾ ആത്മീയമായിട്ട് വളരണം. ഇനി 1-2 തിരസ്കരണത്തെപ്പറ്റി ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഭർത്താവിൽ നിന്നുള്ള തിരസ്കരണം. ഞാൻ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ്, അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നതിന് മുമ്പ്, എക്സ്പ്ലനേഷൻ അല്ല, ഇവിടെ ഒരു വചനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ മിനിസ്ട്രി ഉണ്ടായ ഒരു അനുഭവം പറയട്ടെ. ഞങ്ങൾക്കൊരു പെൺകുട്ടി വന്നു, 32 വയസ്സുള്ളൊരു പെൺകുട്ടി. 32 വയസ്സിൽ തന്നെ അതിന് നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു മൂത്ത മകളുണ്ട്, അതിൻ്റെ ഇളയ ഒരു മകളുമുണ്ട്. 2 വർഷം മുമ്പ് ഭർത്താവ് സൂയിസൈഡ് ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനെ കല്യാണം കഴിച്ചു. ഭർത്താവിൽ നിന്ന് ഇത് അനുഭവിച്ച ഭീകരതകൾ, അതിൽ കുറഞ്ഞ വാക്കുകളില്ല, എനിക്ക് നിങ്ങളോട് പബ്ലിക്കായിട്ട് പറയാൻ മേല. അത്ര അതിഭയങ്കരമായിട്ടുള്ള ക്രൂരതകൾ ഭർത്താവിൽ നിന്ന് ഇവരെ അനുഭവിച്ചു. നിശബ്ദമായിട്ട്, ആരോടും പറയാതെ, സ്വന്തം വീട്ടിൽ പോലും പറയാതെ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല? എനിക്കത് പറയാനുള്ള ധൈര്യം എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസിനോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഹാർട്ടിന് ഏതാണ്ട് മമ്മറിക്കെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പ്രോബ്ലം ഉണ്ട്. അവൾ ICU പല പ്രാവശ്യം കിടന്നിട്ടുണ്ട്. 32 വയസ്സേ ഉള്ളൂ. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, പിന്നെ പ്രഷറുണ്ട്, ഡയബറ്റീസ് ഉണ്ട്, അങ്ങനെ പല രോഗങ്ങളുണ്ട്. സോ അവൾക്ക് വേണ്ടി അവളോട് സംസാരിക്കുകയായിരുന്നു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് പറഞ്ഞു, യെശയ്യാവ് 54:5 വെച്ച് അവളെ നിറയ്ക്കാൻ പറഞ്ഞു. 54:5 എന്താണെന്നുള്ള എനിക്ക് അറിയാൻ മേലായിരുന്നു. ഞാൻ വചനം എടുത്ത് വായിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ, നിന്നെ ഈ വചനം കൊണ്ട് നിറയ്ക്കാൻ ദൈവം പറയുന്നു, ഞാനതുകൊണ്ട് നിന്നെ നിറയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഈ വചനം വായിച്ച് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വചനം വെച്ച് ഞാൻ അവളെ നിറയ്ക്കുന്നു. ആ വചനം ഇതാണ്: നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഞാൻ ഇത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അതിഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം അവളുടെ മുഖഭാവത്ത് വന്ന സന്തോഷം കൊണ്ട്, അതിനപ്പുറത്തൊരു എക്സ്പ്രഷൻ നമുക്ക് പറയാനൊക്കെ, വെറും സന്തോഷമല്ല, ആനന്ദം, കർത്താവിലുള്ള ആനന്ദം അതങ്ങോട്ട് വന്നിട്ട് അവിടെ മുഖഭാവം മാറി. അവൾ ആരെയൊക്കെയോ കെട്ടിപ്പിടിച്ച് അങ്ങ് ഉമ്മ കൊടുക്കുക, അങ്ങ് പരവേശം പിടിച്ച് ഉമ്മ കൊടുക്കുക. കൂട്ടത്തിൽ എനിക്കും കിട്ടിയൊരു ഉമ്മ. അത്ര ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ അവൾ എന്തൊക്കെ പറഞ്ഞു, ക്രിസ്തു നേരിട്ട് അവിടെ മുമ്പിൽ വന്നു. അവൾ കണ്ടു ക്രിസ്തുവിന് ഉമ്മ കൊടുക്കുന്നതിൻ്റെ പരവേശമായിരുന്നു. പക്ഷേ അതോടെ അവൾ പറഞ്ഞു, അവളുടെ ഹൃദയത്തിൻ്റെ ആ ക്രിസ്തു വന്ന് അവളുടെ മുമ്പിൽ വന്ന് അവൾ ക്രിസ്തുവിന് ഉമ്മ കൊടുത്തപ്പോൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയോ ഉരുണ്ടുരുണ്ട് പോയി. കിഡ്നിയിൽ നിന്ന് അവളുടെ വേദന അങ്ങ് പരിപൂർണമായിട്ട് പോയി. അത് പിന്നീട് കിഡ്നി ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ
പരിപൂർണമായിട്ട് സൗഖ്യം വന്നു അവൾക്ക്. സോ ഈ ഒരു വചനം സ്ത്രീകളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, ഏതൊരു സ്ത്രീയുടെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട്, അവരുടെ ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവ് ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ, ബലഹീനതകളുള്ള ഒരു പുരുഷനായതുകൊണ്ട് തന്നെ, നിങ്ങളുടെ കുടുംബം എത്ര സന്തുഷ്ടമാണെന്ന് പറഞ്ഞാലും എവിടേക്കോ എന്തൊക്കെയോ ചെറുതായിട്ടെങ്കിലും പ്രശ്നം കാണും. നിങ്ങളുടെ പരിശുദ്ധാത്മാവിനോട് കൂടി ചേർന്നിരുന്നൊന്ന് ചോദിച്ചാൽ കാണിച്ചു തരും. ഉണ്ടെങ്കിൽ, ഞാനത് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. ഞാൻ ഉണ്ടെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. ഉണ്ടെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. പറയണം, സൈന്യങ്ങളുടെ യഹോവ എന്നാണ് എൻ്റെ സൃഷ്ടാവായ എൻ്റെ ഭർത്താവിൻ്റെ നാമം. ആ സ്നേഹം, യഥാർത്ഥ ആ സ്നേഹം, സംരക്ഷണം, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വേണം എന്നാവശ്യപ്പെടണം. അവൻ തന്നിരിക്കും. കാരണം ഇത് അവൻ്റെ വാഗ്ദത്തമാണ്, അവൻ്റെ വചനമാണ്. അവൻ അതിനെ നമ്മൾ ചോദിച്ചാൽ അത് പൂർത്തീകരിക്കാതിരിക്കാൻ, തരാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളതിനെ സ്വീകരിക്കുക, ഒരു നന്ദിയോടെ പറയുക. പിന്നെ അടുത്തതായിട്ട് മാതാപിതാക്കളിൽ നിന്നുള്ള തിരസ്കരണം. യെശയ്യാവ് 49:15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതൊരു വലിയ പ്രോമിസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഭൂമിയിലെ ഏതൊരു അപ്പനും അമ്മയ്ക്കും അവരുടെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനിൽ ലിമിറ്റുണ്ട്. അവരും ഭൂമിയിലാണ് ജീവിക്കുന്നത്, അവരും മനുഷ്യരാണ്. മാനുഷികമായിട്ടുള്ള ബലഹീനതകളുണ്ട്, തകർച്ചകളുടെ സമയം കാണും. അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയുടെ, നിങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ, അല്ലെങ്കിൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായത് മുതൽ ഇന്ന് വരെയുള്ള സമയത്ത് അവർക്ക് പൂർണ്ണമായിട്ട് ഒരുപോലെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചിരിക്കത്തില്ല. പലയിടങ്ങളിലും, പല ദിവസങ്ങളിലും, അല്ലെങ്കിൽ പല നാളുകളിൽ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ കുറവുകൾ ഫീൽ ചെയ്ത് കാണും. പക്ഷെ നിങ്ങളെ ഒരു ഭൂമിയിലുള്ള ഒരപ്പനും അമ്മയ്ക്കും ആ യഥാർത്ഥ ഇറ്റേണൽ നിത്യപിതാവിൻ്റെ ആ സ്നേഹത്തിന് പകരമായിട്ട് നിൽക്കാൻ ഒക്കത്തില്ല. ആ നിത്യപിതാവിൻ്റെ പകരമല്ല ഭൂമിയിലെ ഒരപ്പനും അമ്മയും. അങ്ങനെ ആണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ പാപത്തിൽ വീണതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഉദ്ദേശത്തിൽ നിന്നും വീണുപോയി മനുഷ്യൻ. ആ പെർഫെക്ഷനിലുള്ള ഒരു മാതാവിനും പിതാവിനും, ആദാമിൻ്റെ ഹവ്വായുടെയും പാപം ഉണ്ടാകാതെ ഉള്ള ഒരപ്പനും അമ്മയ്ക്കും, ആ പാരമ്പര്യത്തിൽ വന്ന് ജനിക്കാത്ത ഒരു അപ്പനും അമ്മയ്ക്കും, അതായത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലുള്ള അപ്പനും അമ്മയ്ക്കും, ഭൂമിയിലെ ഒന്നും സ്പർശിക്കാത്ത ഒരപ്പനും അമ്മയ്ക്കും ഏറ്റവും പെർഫെക്റ്റായിട്ട് സ്നേഹിക്കാൻ നോക്കും. പക്ഷെ അങ്ങനെ ഒരു കൂട്ടരില്ല ഈ ഭൂമിയിൽ. കാരണം എല്ലാ വ്യക്തികളും ആദാമിൻ്റെ ഹവ്വായുടെയും വംശപാരമ്പര്യത്തിൽ വന്ന് ജനിച്ചു. അതുകൊണ്ട് തന്നെ ബലഹീനതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പിന്നെ ലവ് ലാംഗ്വേജിൻ്റെ കുറവുകളുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. അപ്പൻ്റെ അമ്മയുടെയും ലവ് ലാംഗ്വേജ് ആയിരിക്കുകയില്ല മക്കളുടേത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ. ആ ലവ് ലാംഗ്വേജസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നല്ലോ. സോ അങ്ങനെ ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിലും ഈ കുറവ് കാണും. സോ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഈ വചനം പറഞ്ഞ് നിങ്ങളെ തന്നെ നിറയ്ക്കണം. ആ യഥാർത്ഥ പിതാവിൻ്റെ, ഒരേ ഒരു യഥാർത്ഥ പിതാവ്. ഇന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചത് കൊണ്ട് നിങ്ങളുടെ പൊക്കിൾക്കൊടി ബന്ധം അപ്പനോടും അമ്മയോടുള്ള മാറി നിങ്ങൾ ഉറയ്ക്കണം, എൻ്റെ പൊക്കിൾക്കൊടി ബന്ധം പോലെ ഇന്ന് സ്വർഗീയ പിതാവിനോടുള്ളതാണെന്ന്. ഭൂമിയിലെ അപ്പൻ്റെ അമ്മയുടെയും പാരമ്പര്യം എനിക്ക് വേണ്ട.
എൻ്റെ കുടുംബപ്പേര് മാറി, അല്ലെ ഫാമിലി മെമ്പർ ഓഫ് ഗോഡ്. ക്രിസ്തു മൂത്ത സഹോദരനാണ്. സോ ആകമാനം നമ്മളെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പൂക്കൾ കൂടി ബന്ധം പോലും മാറ്റി, ഫാമിലി മാറ്റി, നമ്മുടെ സഹോദരൻ ആരാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പിതാവ് ആരെന്നുള്ളത് വെളിപ്പെടുത്തി. സോ ആ പുതിയ ബന്ധത്തിൽ എനിക്ക് മുഴുവനായിട്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണം എന്ന് ഉള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ നിറയ്ക്കും. വെറും സ്നേഹത്താലല്ല, ആനന്ദ തൈലത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആനന്ദ തൈലത്താൽ നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക വിഷയമാണ്. ആനന്ദതൈലം എന്ന് പറയുന്ന സന്തോഷമല്ല. സന്തോഷ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറയുന്നതാണ്. പക്ഷെ ആനന്ദ തൈലം അതല്ല. അതിന് സമയകാലങ്ങളില്ല. ഏത് സാഹചര്യത്തിലും ആ ഡിവൈൻ പീസിൽ അല്ലെങ്കിൽ ഡിവൈൻ ജോയ് അതാണ്. സോ നിങ്ങൾ ആവശ്യപ്പെടുക. സങ്കീർത്തനം 27:10 എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. ആ ഒരൊറ്റ അഷറൻസേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത എൻ്റെ അപ്പൻ, ആ സ്വർഗീയ അപ്പൻ. ആ സ്വർഗീയ അപ്പനിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് ആ അപ്പൻ്റെ സ്നേഹത്താൽ നമുക്കങ്ങ് നിറയാം. അതാ വേണ്ടത്, അതാണ് ബെസ്റ്റ്. സോ ഇവിടെ ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ബാക്കി നാളെ തുടരാം. തിരസ്കരണത്തിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങൾ കിടക്കുന്നു. ഇനിയും നമ്മൾ യേശുവിനെ തൊട്ടുള്ള ഉദാഹരണങ്ങൾ കാണാൻ പോവുകയാണ്. അതൊക്കെ നമുക്ക് നാളെ തുടരാം. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ അപ്പ, ഞങ്ങളുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ബലഹീനതകളെയും നിന്റെ ബലം കൊണ്ട് നിറയ്ക്കും എന്നുള്ള നിന്റെ വാഗ്ദത്തമുണ്ട്. അതിന് മതിയായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. ആ ദൈവസന്നിധിയിൽ, ആ അപ്പൻ്റെ സന്നിധിയിലേക്ക് തന്നെ അപ്പ നിന്റെ സ്നേഹത്താൽ ഇന്ന് ഇത് ശ്രവിക്കുന്ന ഓരോ വ്യക്തിയെയും നിന്റെ ആ സ്നേഹത്താൽ, ആ അപ്പൻ്റെ സ്നേഹത്താൽ, ആ അപ്പൻ്റെ ആനന്ദത്താൽ നിറയപ്പെടണം. ക്രിസ്തു ഭൂമിയിൽ എങ്ങനെ ആ അപ്പനെ അനുഭവിച്ച് ജീവിച്ചുവോ, അപ്പനോട് കൂടെ ജീവിച്ചുവോ, അതുപോലെ ഞങ്ങളും ജീവിക്കാനായിട്ട് ഇടയാകട്ടെ. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഓരോരുത്തരും അവനവൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുകയാണ്. അപ്പം അനുഗ്രഹിക്കണം, നിറയ്ക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്ക 54 രാജ്യങ്ങൾ, 3000-ഓളം ഭാഷകൾ, പ്രകൃതി വിഭവങ്ങളാൽ സമ്പൽ സമർത്ഥമായ ലോകത്തിലെ 2ാമത്തെ വലിയ ഭൂഖണ്ഡം, രാഷ്ട്രീയ അസ്ഥിരതകളാലും ആഭ്യന്തര യുദ്ധങ്ങളാലും തകരുന്ന രാജ്യങ്ങൾ, കഷ്ടമനുഭവിക്കുന്ന ജനസമൂഹങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി കഴിയുന്ന 44 ലക്ഷത്തിലധികം വരുന്ന അഭയാർത്ഥികളുടെ മധ്യത്തിലും തദ്ദേശവാസികളുടെ ഇടയിലുമാണ് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ, ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനമോ ഇപ്പോഴും ഇവർ അന്യമാണ്. വളരെ ശോചനീയമായ പരിതസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട് മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമകളായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടങ്ങളിൽ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത് ഇവിടെ നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും
ദൈവവചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ സുവിശേഷ വെളിച്ചമെത്തിക്കുവാൻ വില്ലേജ് ക്രൂസൈഡ് യൂണിറ്റ്, രക്ഷിക്കപ്പെടുന്നവരെ ക്രിസ്തുവിൽ വളർത്തുവാൻ ഗ്രാമീണ സഭകൾ, ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണറിമാരെ അയക്കുവാനുള്ള ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ, മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായി സ്പെഷ്യൽ സ്കൂൾ, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രൈമറി സ്കൂൾ, അനാഥരും സാധുക്കളുമായ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനായി ചിൽഡ്രൻസ് വില്ലേജ് എന്നീ വ്യത്യസ്ത പ്രോജക്റ്റുകൾ നാം ആരംഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ, ഒരു കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഒരു ജില്ലയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ, വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് എന്നീ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുവാനുള്ള ഉദ്യമത്തിലുമാണ്. നിങ്ങൾക്കും ഈ ദൗത്യത്തിൽ പങ്കാളിയായി തീരുവാൻ അവസരമുണ്ട്. ചിൽഡ്രൻസ് വില്ലേജ്, സ്പെഷ്യൽ സ്കൂൾ, പ്രൈമറി സ്കൂൾ, ബൈബിൾ സ്കൂൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സഹായിക്കാം. ഗ്രാമീണ സഭാ കെട്ടിട നിർമ്മാണം, പ്രൈമറി സ്കൂൾ, കുഴൽക്കിണർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവ സ്പോൺസർ ചെയ്യുകയോ ഇവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുകയോ ചെയ്യാം. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ വൊക്കേഷണൽ ട്രെയിനറോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ അധ്യാപകനോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇവിടങ്ങളിൽ ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ഉന്നമനത്തിനും ആശ്വാസത്തിനുമായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ